കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു കൊണ്ടാട്ടം ആണ് ഞാൻ കാണിക്കുന്നത്. കൊണ്ടാട്ടം, മുളവിൽ കൊണ്ടാട്ടം ഉണ്ടാക്കണത് എങ്ങനെയെന്നുള്ളത്. എന്നും കൃഷിയും ചെടി നടണതും മലക്കറി നടണതും വിളവെടുപ്പും അല്ലേ കാണിക്കണം. ഇന്ന് നമ്മൾ നട്ടു വളർത്തിയ പച്ചമുളകും ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന കാന്താരി മുളകും നമ്മൾ നട്ടെടുത്തത് ഇന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണ്. നമുക്ക് ഇപ്പം മുളക് നടുമ്പം നമ്മൾ കുറച്ചെടുത്ത് കറിക്കൊക്കെ ഇടും. അത് കഴിഞ്ഞ് മിച്ചം വരണതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉണക്കി സൂക്ഷിക്കണം. അപ്പോൾ ഉണക്കി സൂക്ഷിച്ച് അപ്പോഴപ്പോഴും നമ്മുടെ ആവശ്യത്തിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണം. ഞാനെപ്പോഴും ഇതുപോലെ നട്ടെടുത്തിട്ട് ഇതുപോലെ ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. ഇത് എടുത്ത മുളവിനെ അതിനെ വാട്ടിയാണ് എടുക്കുന്നത്. വാട്ടിയെടുത്ത് ഇതിപ്പം പാൽമുളക്, അതോ ഒരു വെള്ളക്കാന്താരിയ എന്നും പറയാം. ആ മുളവിനെയും കൂടെയാണ് ഇന്ന് ഈ പൊടിക്കാന്താരി ഈ വെള്ളക്കാന്താരിയും കൂടെയാണ് ഞാൻ ഇന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ ഉണക്കി സൂക്ഷിക്കാം. എല്ലാവർക്കും എനിക്കിപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. ഇത് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാനും കൂടെയാണ് ഞാനിത് ചെയ്യണത്. ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാം. നമ്മുടെ ആവശ്യം കൊടുക്കാൻ പോയിട്ട് ബാക്കിയുള്ള ഇതുപോലെയൊക്കെ നമുക്ക് ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാം, നമ്മുടെ ആവശ്യങ്ങൾക്ക് മായമില്ലാത്തത്. അങ്ങനെ നമ്മുടെ കാന്താരി മുളകെല്ലാം വാട്ടി വെച്ചേക്കാണ് മുളക്. ഇത് പൊടിക്കാന്താരിയാണ്. പൊടിക്കാന്താരിയും വാട്ടി വെച്ച് ഇനി നമുക്കിതിൽ തൈരും ഉപ്പും ചേർക്കണം. കൊണ്ടാട്ടമാണ് ഉണ്ടാക്കണത്. ഇപ്പം ഇതിപ്പം വാട്ടിയത് ഉപ്പ് ഇട്ട് ചൂടുവെള്ളത്തിലാണ് വാട്ടിയതെങ്കിലും അതിൽ നമ്മളിനി കുറച്ച് ഉപ്പും കൂടെ ഇടണം. തൈര് ഒഴിച്ച് നമുക്ക് ഉണക്കാൻ വയ്ക്കണം. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ തന്നെ അതിനെ തൈര് ഒഴിച്ച് വെച്ച് അത് പഴുത്ത മുളക്. ഇനി നമുക്ക് ഇതിനെ വെയിലത്ത് വെച്ചാൽ മതി. അത് റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഇതിൽ ഈ കാന്താരി എങ്ങനെയാണെന്ന് വെക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. തൈരാണ് എടുത്ത് വെച്ചേക്കണം. അതിലോട്ട് നമുക്ക് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കലക്കിയിട്ട് അതിൽ നമ്മൾ ഈ കാന്താരിയുടെ വാരിയിടാം. വാരിയിട്ട് ഒരു ദിവസം വെച്ചേക്കും. അപ്പോഴാണ് ഈ തൈരിൻ്റെ പുളിപ്പും ഉപ്പും ഈ മുളവിൽ നല്ലതുപോലെ പിടിക്കും. ഇപ്പം ഇത്തിരി കൂടിപ്പോയി, തൈര് കൂടിപ്പോയി. അത് കുഴപ്പമില്ല. അത് നമുക്ക് ഈ ഇപ്പുറത്തെ മുളകിലോട്ടും കൂടെ ഒഴിക്കാം. അതുകൊണ്ട് ഇതിലോട്ട് കൂടെ ഒഴിച്ച് കൊടുക്കാം. അത് പിന്നെ ഒഴിക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഇതിനെ ഊറ്റിയെടുത്ത് നല്ല വെയിലുള്ളപ്പം ഞാൻ ഉണക്കണത് വാഴയില വെയിലത്ത് വാഴയില വെട്ടിയിട്ട് നിരത്തി ഇട്ടേക്കും ടെറസിൽ. അത് ഒരാഴ്ച കൊണ്ട് നല്ല വരാന്ന് പപ്പടം പോലെ ആവും. അപ്പോഴും നമുക്ക് എടുത്ത് എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കാം. നല്ല സ്വാദിഷ്ടമായ കൊണ്ടാട്ടം റെഡിയായി. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ വീടുകളിൽ നട്ട് വളർത്തണ മുളക് കിട്ടുമ്പം ഇതുപോലെ ചെയ്ത് നോക്കണം. നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഒരു മായവും അതിലൊന്നും വളം ഇടാത്തതും ഒന്നും കൃത്രിമമായിട്ടൊന്നും ചേർക്കാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കുക. ഓക്കെ.